ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വിനും കൂടി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് നല്ല സന്തോഷത്തോടെ റൂമിലേക്ക് പോവാൻ കയറിയതും അശ്വിൻ അങ്ങ് വാതിൽ കുറ്റിയിട്ടിട്ട് ശ്രുതിയെ ഒറ്റ തള്ളു വെച്ചു കൊടുക്കുക കേട്ടോ. നീ കാരണം ഞാൻ എന്തൊക്കെയായി അനുഭവിക്കുന്നതെന്ന് നിനക്കറിയോ? ഞാൻ എത്ര തവണ നിന്നെ ഫോൺ വിളിച്ചു, നീ എന്താ അതൊന്നും അറ്റൻഡ് ചെയ്യാത്തത്? നീ കാരണം ഞാൻ എന്തൊക്കെയാ അനുഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഞാൻ എത്ര വിഷമത്തിലാന്ന് നിനക്കറിയോ എന്നിങ്ങനെ ചോദിക്കണേ. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾ വിഷമിച്ചെന്നോ? എങ്ങനെയാണെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഒന്നും മിണ്ടാതെ പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പോയി കൈ പിടിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് തന്നെ മറുപടി പറയാതെ ഇവിടെ നിന്ന് പോവില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ചോണം. നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഭാര്യ അതൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ. ഇവിടെ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്താണ് ആകാശും പ്രീതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആകാശ് സീഡി കൊണ്ടുവന്നിട്ട് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മനോരമ, ഇത് വിവാഹത്തിന്റെ സീഡി ആണോ? എനിക്കിപ്പോ കാണണം, ഹോം തിയേറ്ററിൽ ഇട്ട് തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. അതിനുശേഷം ആകാശ് ചോദിക്കുന്നുണ്ട്, ചേച്ചി ചേട്ടനും ശ്രുതിയും ഇവിടെ എത്തിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ശ്രുതി നോർമലായിട്ട് തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താ ആകാശേ നീ അങ്ങനെ ചോദിച്ചേ? അല്ലേ ചേച്ചി, അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രീതി പറയുന്നുണ്ട്. അമ്മയും കൂടി ശ്രുതി ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോൾ ശ്രുതി അശ്വിനെ വിളിക്കുകയുണ്ടായി. അശ്വ വന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോന്നു എന്നൊക്കെ പറയണേ. ഒരുപാട് വിഷമിച്ചിട്ടാണ് അവൾ വന്നത്, അതാണ് ചോദിച്ചത്. അവൾ കൊണ്ടുപോയ സമ്മാനങ്ങളൊന്നും അവിടെ സ്വീകരിച്ചില്ല, എൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അഞ്ജലിക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഈ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നത്. അഞ്ജലിയുടെ വിചാരം അവിടെ അങ്ങനെ നടന്നതിന്റെ ബാക്കി ഇവിടുന്ന് വഴക്കുണ്ടാക്കാന്നാണ്. എന്നിട്ട് അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുപോയ സമ്മാനങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ലല്ലേ, എല്ലാം പ്രീതി എന്നോട് പറഞ്ഞു, നീ അവിടുന്ന് വളരെ വിഷമിച്ചാണല്ലേ ഇറങ്ങിയത് എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൻ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അഞ്ജലി ശ്രുതിയോടായിട്ട് സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എല്ലാവരും എന്നെ വെറുത്തു, വീട്ടിലുള്ളവരും ഇവിടെ ഉള്ളവരും എല്ലാവർക്കും എന്നെ വേണ്ടാതായി എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് ശ്രുതി, നിങ്ങളോട് എല്ലാവരും വെറുക്കാൻ കാരണം അത് നിങ്ങൾ തന്നെയല്ലേ, നിങ്ങൾ ആരോടും പറയാതെ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ, അതിനുള്ള കാരണം പോലും നിങ്ങൾ വ്യക്തമാക്കിയില്ല, അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ വെറുപ്പ് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. ഇതും കൂടി കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഓടിപ്പോവാണ് കേട്ടോ. അവിടുന്ന് ശ്രുതി എന്ന് വിളിക്കുമ്പോഴൊന്നും തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവാണ് അടുക്കളയിലേക്ക്. ശ്രുതിക്ക് അത്രയും ദേഷ്യം വന്നിട്ട് അവിടെ പോയിട്ട് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അശ്വിൻ പറഞ്ഞ ആ വാക്കുകളാണ് കേട്ടോ ശ്രുതിയുടെ മനസ്സിലുണ്ടാവുക. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാൻ ഇന്നിങ്ങനെ വിഷമിക്കുന്നത്. അതെന്താ അശ്വിൻ സാർ അങ്ങനെ പറഞ്ഞത്? ശ്യാമുമായിട്ടുള്ള എൻ്റെ വിവാഹക്കാര്യം സാർ അറിഞ്ഞു കാണുമോ? അതുകൊണ്ടായിരിക്കുമോ സാർ അങ്ങനെ എന്നോട് പെരുമാറുന്നത്? അതെ, അത് തന്നെ ആയിരിക്കും സാറിന് എന്നോട് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം. ഇന്നത് സാറിനോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ അഞ്ജലിയും മനോരമയും ശ്യാമും കൂടെ അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മനോരമ ചോദിക്കുന്നുണ്ട്, ഇത്രയും ജിലേബി ആരുണ്ടാക്കി വെച്ചതാ? അത് മറ്റാരും ആയിരിക്കില്ല, ശ്രുതി ആയിരിക്കും എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട്, അതെ, ശ്രുതി അല്ലാതെ ഇവിടെ ആരാ ജിലേബി ഉണ്ടാക്കാൻ? അവൾക്ക് ദേഷ്യം വന്നാൽ ജിലേബി ഉണ്ടാക്കിയിട്ടാണ് ആ ദേഷ്യം തീർക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലിയും മനോരമയും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കട്ടോ. ഇതിങ്ങനെ ശ്യാമിന് അറിയാന്നുള്ള കാര്യത്തിൽ ഇത് കേൾക്കുന്ന മുറയ്ക്ക് നമ്മുടെ മനോരമ ചോദിക്കുന്നുണ്ട് ശ്യാമിനോട്, അല്ല മരുമോനെ, നിനക്കെങ്ങനെയാ ശ്രുതിക്ക് ദേഷ്യം വന്നാൽ ജിലേബി ഉണ്ടാക്കുമെന്ന് അറിയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്യാമാകെ എന്താ പറയണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ശ്യാമേട്ടൻ ഇതേക്കുറിച്ച് അറിയുന്നത് എന്ന് പറയാം. ശ്യാമാണെങ്കിൽ അശ്വിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അതിനുശേഷം രാത്രിയായിട്ട് അശ്വിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അശ്വിൻ പോവാണ്. അതിനുശേഷം അവിടെ CD ഇടുകയാണ് കേട്ടോ. അപ്പോൾ മനോരമയാണെങ്കിൽ വളരെ ആകാംക്ഷയോടെയാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ മേക്കപ്പ് കാണാം, ഞാൻ ഇട്ടിരിക്കുന്ന വില കൂടിയ സാരി കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ CD നോക്കുമ്പോൾ മനോരമ ഒറ്റ ഭാഗത്തിലും ഉണ്ടാവില്ല. ഇത് പ്രീതിയുടെ വീട്ടിലെ CD ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, എന്നെ മനഃപൂർവ്വം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാ, ഇതിന് ഞാൻ ആരോടും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ പ്രീതിക്ക് സങ്കടമാവാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്